പറയാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒത്തിരി കടബാധ്യത ഉണ്ടായി പോയായിരുന്നു കൊറോണ വന്നപ്പോ. എന്ന് വെച്ചാൽ ഒത്തിരി വർക്ക് തയ്യലിന്റെ ഉണ്ടായിരുന്നു. വർക്ക് ഉണ്ടായിരുന്നത് കൊറോണ സമയത്ത് എനിക്ക് ഒരു വർക്ക് പോലും ഇല്ല, കട പോലും തുറക്കാൻ മേലാത്ത അവസ്ഥ വന്ന്. അങ്ങനെ വന്നപ്പം എനിക്ക് കുറെ കടബാധിച്ച അനിയത്തിമാരുടെ കല്യാണം നടത്തണം, അങ്ങനെയൊക്കെ വന്ന് കുറെ കടബാധ്യത വന്നു. വ്യക്തികളിൽ നിന്ന് പൈസ കൊടുക്കാന്ന് വെച്ചാൽ വർക്ക് ഉള്ളതുകൊണ്ട് തിരിച്ചിരിക്കും പിടിക്കാന്നുള്ള രീതിയിൽ അങ്ങ് വാങ്ങിച്ചത്. അങ്ങനെ പുറത്തിറങ്ങാൻ മേലാത്തൊരു സിറ്റുവേഷനിൽ ഞാൻ നമ്മുടെ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങി. ഇപ്പം 2 ഫംഗ്ഷൻ അയൽവക്കത്ത് നടന്നിട്ട് ആദ്യമായിട്ട് 4 വർഷം കൂടി 2 പിന്നെ കല്യാണത്തിന് പോയി. അതൊക്കെ ഞാൻ ഇതെങ്ങനെ എനിക്കിത് പറ്റിയെന്ന് ഞാൻ അത്ഭുതമായിട്ട് ചിന്തിച്ചു പോയി. നമ്മുടെ മെഡിറ്റേഷന്റെ ഫലമാണ്. എങ്ങനെയോ ആ കല്യാണ സമയമായപ്പോൾ ഞാൻ ആ കല്യാണ വീട്ടിലെത്തി. എല്ലാവരും എന്നെ എങ്ങനെ മൈൻഡ് ചെയ്യും എന്നുള്ള ഒരു മനോഭാവമായിരുന്നു. പക്ഷേ എല്ലായിടത്തും ഹാപ്പി ആയിട്ട് ഒരു ഇതും ഇല്ലാണ്ട് പിന്നെ എല്ലാത്തിനും നന്ദി പറയുന്നു.